ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാമത്തെ ടെസ്റ്റിന് ഇന്നാണ് തുടക്കമായത്. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ഇന്ത്യയായിരുന്നു. ഇന്ത്യ ഇപ്പോൾ ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. ഓസ്ട്രേലിയ സെക്കൻഡ് ബാറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടീമിൽ ഇന്ന് മികച്ച കളി കാഴ്ചവെച്ചത് നിതീഷായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യ ടെസ്റ്റ് ജയിച്ചിട്ടാണ് ഇന്ത്യ രണ്ടാമത്തെ ടെസ്റ്റിന് ഇന്നിറങ്ങിയത്. ഇന്ത്യയാണ് ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത്. ജയ്സ്വാളും രാഹുലുമായിരുന്നു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. രോഹിത് ഓപ്പണിംഗിൽ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടക്കം തന്നെ ഇന്ത്യക്ക് തിരിച്ചടിയാണ് നേരിട്ടത്. കളിയുടെ ആദ്യ ബോളിൽ തന്നെ മിച്ചൽ സ്റ്റാർക്ക് ജയ്സ്വാളിനെ ഔട്ടാക്കി. ജയ്സ്വാളും സ്റ്റാർക്കും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്റ്റാർക്കിനെ ജയ്സ്വാൾ വെല്ലുവിളിച്ചു. സ്റ്റാർക്ക് ജയ്സ്വാളിനെ ഡെക്കിൽ പുറത്താക്കിയാണ് പ്രതികാരം തീർത്തത്. പിന്നീട് വന്നത് ശുഭ്മാൻ ഗില്ലായിരുന്നു. 31 റൺസ് ഗില്ലെടുത്തു. കോഹ്ലി ആണെങ്കിൽ ഇന്ന് ഫ്ലോപ്പായി. ആകെ കൂടി 7 റൺസ് മാത്രമാണ് കോഹ്ലി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്ന ഋഷഭ് പന്ത് 21 റൺസ് എടുത്ത് ഔട്ടായി മടങ്ങി. ഇന്ത്യയുടെ വിക്കറ്റുകൾ പെട്ടെന്ന് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. രാഹുൽ 37 റൺസ് എടുത്തു. ഇന്ത്യയുടെ വിക്കറ്റുകൾ ചറപറ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പിന്നീട് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആറാമതാണെന്ന് കളിക്കാൻ ഇറങ്ങിയത്. രോഹിത് വന്നതും പോയതും വേഗത്തിലായിരുന്നു. ആകെ കൂടി 3 റൺസ് മാത്രമാണ് രോഹിത് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. രോഹിത്തിനെ ഓപ്പണിംഗിൽ കളിപ്പിച്ചാൽ മാത്രമേ താരം ഫോം ആവുകയുള്ളൂ. ആറാമതിറങ്ങിയത് മണ്ടത്തരമായി പോയി. പിന്നീട് എല്ലാവരെയും ഞെട്ടിച്ചത് നിതീഷാണ്. നിതീഷ് വന്നതും അടിച്ചു കളിക്കാൻ തുടങ്ങി. 3 സിക്സും 3 ഫോറും അടക്കം 42 റൺസാണ് നിതീഷ് അടിച്ചു കൂട്ടിയത്. ഇന്ത്യയുടെ ബാറ്റിംഗിലെ ടോപ്പ് സ്കോററാണ് നിതീഷ്. കഴിഞ്ഞ മത്സരത്തിലും നിതീഷ് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അശ്വിനും 22 റൺസ് എടുത്തു. പിന്നീട് ഇന്ത്യ 150 റൺസിൽ ഓൾ ഔട്ടായി. സെക്കൻഡ് ബാറ്റിംഗിന് ഇപ്പോൾ ഓസ്ട്രേലിയ ഇറങ്ങിയിട്ടുണ്ട്. 50 റൺസിൽ അവരുടെ ഒരു വിക്കറ്റ് പോയിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യക്ക് തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. നാളത്തെ ദിവസത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ പഞ്ഞിക്കിടുമെന്നത് ഉറപ്പാണ്. ഇന്ത്യയെ ഓൾ ഔട്ട് ആക്കിയതുപോലെ തന്നെ ഓസീസിനെയും ഔട്ടാക്കണം. ഇല്ലെങ്കിൽ ഇന്ത്യക്ക് ഈ ടെസ്റ്റിൽ പണിയായിരിക്കും. ഇന്ത്യൻ ടീമിൽ ആരും തന്നെ ഫോമായില്ല. അതാണ് പണിയായത്. നിതീഷ് കളിച്ചത് കൊണ്ടാണ് ഇന്ത്യക്ക് ഇത്രയും അധികം റൺസെങ്കിലും കിട്ടിയത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.